ഇന്ത്യയുടെ മിലിറ്ററി കാപ്പബിലിറ്റിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ കൂടുതൽ ചർച്ച വരുന്ന 2 കാര്യമാണ് പ്രിസിഷൻ അറ്റാക്കും അതിനുപയോഗിച്ചിട്ടുള്ള വെപ്പൺസും. അപ്പൊ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് ഹാമറും പിന്നെ അതേപോലെ തന്നെ ഒന്ന് സ്കാൽപ്പുമാണ്. ദീർഘദൂരം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എയർ ലോഞ്ച്ഡ് ക്രൂസ് മിസൈലാണ് യഥാർത്ഥത്തില് ഈ സ്കാൽപ്പ് എന്ന് പറയുന്നത്. ഇത് ഫ്രാൻസും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബ്രിട്ടനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മിസൈലാണ് ഈ സ്കാൾപ്പ് എന്ന് പറയുന്നത്. അതായത് പ്രിസിഷൻ അറ്റാക്ക്. ടാർഗറ്റിനെ ഫിക്സ് ചെയ്തിട്ട് ആ ടാർഗറ്റിലേക്ക് നമുക്ക് എന്താ പറയുക അയക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് മിസൈലുകളാണ് ശരിക്കും സ്കാൾപ്പ് എന്ന് പറയുന്നത്. ഏകദേശം 250 മുതൽ 500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകളാണ് ഈ സ്കാൾപ്പ് എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല ഇതൊരു സബ്സോണിക് മിസൈലാണ്. സബ്സോണിക് മിസൈൽ എന്ന് പറഞ്ഞാൽ ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളാണ് സബ്സോണിക് മിസൈൽ എന്ന് പറയുക. പക്ഷേ ഇന്ത്യക്ക് ശബ്ദത്തേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു മിസൈൽ ഇന്ത്യയുടെ കയ്യിലുണ്ട്. അതാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ഇന്ത്യയും അതേപോലെ തന്നെ റഷ്യയും കൂടെ സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മിസൈൽ സിസ്റ്റമാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അതൊരു സൂപ്പർ സോണിക് ആണ്. അതായത് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ വേഗതയിൽ അതിന് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് മാത്രമല്ല ഈ ബ്രഹ്മോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ നമ്മൾ കരയിൽ നിന്നും വായുവിൽ നിന്നും അതേപോലെ തന്നെ കടലിൽ നിന്നും ഒരേ തരത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാർഗറ്റഡ് പ്രിസിഷൻ മിസൈലാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ താഴെ വരുന്ന ശബ്ദത്തേക്കാൾ കുറച്ചും കൂടെ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളെയാണ് നമ്മൾ ഈ സ്കാൾപ്പ് മിസൈൽസ് എന്ന് പറയുന്നത്.